നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം ഭക്തന്റെ ലക്ഷണങ്ങൾ ഉൾപ്പെടെ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നല്ല നീണ്ട പ്രസംഗം കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഒപ്പം നിരവധി നമുക്ക് കാണാൻ കഴിയാത്ത ചില സംഭവങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നടന്നു. രാവിലെ ഞാൻ നോക്കിയത് ഒരു പോസ്റ്ററായിരുന്നു, അയ്യപ്പ ആഗോള സംഗമത്തിൻ്റെ ഒരു പോസ്റ്ററായിരുന്നു. അതിൽ ഞാൻ അയ്യപ്പനെ ഒന്ന് നോക്കാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു സൈഡിലായിട്ടൊരു എംബ്ലം പോലെ അയ്യപ്പനെ കാണാൻ സാധിച്ചു. അതിനപ്പുറം നിറഞ്ഞു നിന്നത് മുഖ്യമന്ത്രിയും VN വാസവനും ഒക്കെ ആയിരുന്നു. ഈ ഒരു അയ്യപ്പ ആഗോള സംഗമത്തിൽ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജനത്തിന് കൊടുക്കുന്നത്? ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഉദ്ദേശിച്ചത് ഒന്നേ ഉള്ളൂ, പിണറായി വിജയന്റെ തുടർ ഭരണം. അയ്യപ്പ ഭക്തരുടെ ഒരു കലി ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട്. പണ്ട് വിശ്വാസികളായ ഒരു വലിയ സമൂഹം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു ദുരവസ്ഥ. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ അക്കാര്യം തുറന്നു പറഞ്ഞു. അന്ന് സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്നാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഒരു തെറ്റായ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ച സർക്കാരിനെതിരെ ഉയർന്ന രോഷം അതവിടെ നിൽക്കട്ടെ. മറുവശത്ത് ഈ ആഗോള സംഗമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ രാവിലെ ആ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ഒരുമിച്ച് വാഹനത്തിൽ വന്നിറങ്ങുന്ന ഒരു മനോഹരമായ ദൃശ്യം, ആരാണ് കൂടുതൽ സ്വാമിയോടടുത്ത് നിൽക്കുന്നത് എന്ന സംശയം ആർക്കും തോന്നിപ്പോകാൻ. രണ്ട് ഭക്തർ, രണ്ട് വിശ്വാസികൾ. വെള്ളാപ്പള്ളി നടേശന് വലിയൊരു വെളിപ്പെടുത്തൽ കൂടി തുടർന്ന് നടത്തി. നിങ്ങൾ കരുതുന്നയാളല്ല പിണറായി വിജയൻ, വലിയ വിശ്വാസിയാണ്. ഇത് 2ാം തവണയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇതുവരെ നമ്മൾ കേട്ട പിണറായി വിജയൻ ആയിരുന്നില്ല യഥാർത്ഥ വിജയൻ എന്നിപ്പോൾ വെള്ളാപ്പള്ളി പറയുകയാണ്. ആ വിജയനല്ല ഈ വിജയൻ. അത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പഴയ വിജയനല്ല ഇപ്പോഴത്തെ വിജയൻ. ഈ വിശ്വാസം കൂടുതൽ, ഈ പിണറായിയിൽ കൂടുതൽ ഭക്തി ആവേശിച്ചിരിക്കുന്നു. ഒരു വിശ്വാസിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് അയ്യപ്പൻ്റെ വലിയ ശക്തിയാണ്. ഈ പമ്പയിൽ എത്താനും അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനും താനൊരു ഭക്തനാണ് എന്ന് വെള്ളാപ്പള്ളി എന്ന തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കാനും തുടർന്ന് ശബരിമല വികസന പദ്ധതി കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും പിണറായി വിജയൻ ഇപ്പോൾ കഴിയുന്നു എന്നത് തന്നെ വലിയൊരു സംഭവമാണ്. ചില കമൻറ്റുകളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു. എത്ര ആകാശത്ത് ഉയർന്നു പറന്നാലും 41 അകമ്പടി വാഹനങ്ങളിൽ സഞ്ചരിച്ചാലും ഒടുവിൽ സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ വരണമെന്ന്. 3ാം വട്ടം ഭരണം തുടരുമെന്ന് പിണറായി പറയുമ്പോൾ പിണറായിയുടെ ഉള്ളിലും ചില ഭയമുണ്ട്. ഇത് ഭരണത്തിലിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഭയം ഉണ്ടാകില്ല. ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പിണറായി വിജയൻ അയ്യപ്പൻ്റെ സംരക്ഷണം ആവശ്യമുണ്ട്. അടുത്ത തുടർ ഭരണം കിട്ടണമെങ്കിൽ അയ്യപ്പൻ്റെ ഒരു സംരക്ഷണം ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ വാർത്തകളിൽ കേട്ടിരുന്നു, ഒരു ജ്യോത്സ്യൻ ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമത്തിന് സമാനമായ എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഉപദേശിച്ചിരുന്നു എന്നൊക്കെ. അത് സത്യമാകാനാണ് സാധ്യത. കാരണം വിശ്വാസികളോട് പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഇപ്പോൾ പിണറായി വിജയനും ഈ സർക്കാരുമൊക്കെ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നാൽ അയ്യപ്പന് ഇത് എത്രമാത്രം സ്വീകാര്യമാണ് എന്ന ചോദ്യം മറുവശത്ത് നിൽക്കുന്നു. ഇവരൊക്കെ ഈ ഭക്തവിശ്വാസികളുടെ മുഖംമൂടി അണിഞ്ഞ് അവരുടെ ആടയാഭരണങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെ കെട്ടുകാഴ്ചയുമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ നെല്ലും പതിരുമൊക്കെ തിരിച്ചറിയാൻ അയ്യപ്പന് എളുപ്പം കഴിയും. യഥാർത്ഥ വിശ്വാസിയാര്, കപട വിശ്വാസിയാര് എന്നൊക്കെ അയ്യപ്പന് എളുപ്പം മനസ്സിലാക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ആ ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു. അല്ല, ലക്ഷണങ്ങൾ മാത്രം പോരാ. ലക്ഷണങ്ങൾ നമുക്ക് ചാർത്താം, പക്ഷേ ഉള്ളിൽ ഉള്ളത് പലപ്പോഴും തികട്ടി പുറത്തേക്ക് വരും. അത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഭക്തരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ, വിശ്വാസികളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ, ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടന്ന് യുവതികൾ ശബരിമലയിലേക്ക് ഇരച്ചു കയറുമ്പോൾ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കുമ്പോൾ ഇതൊക്കെ പലപ്പോഴും തികട്ടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ അയ്യപ്പന് ഇതത്ര ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നാൻ 1-2 കാരണമുണ്ട്. ഒന്ന്, സാക്ഷാൽ മുഖ്യമന്ത്രി വേദിയിൽ നിൽക്കുമ്പോൾ ആ സ്റ്റേജ് മാത്രമല്ല ആ ഹോള് മുഴുവൻ നിറഞ്ഞിരിക്കണമെന്ന് പലപ്പോഴും ശഠിക്കാറുണ്ട്. അല്ലെങ്കിൽ കലിപൂണ്ട് പിണറായി വിജയൻ സംഘാടകരെ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഇന്ന് ചാനലുകളൊക്കെ കാണിക്കുന്ന വളരെ ശൂന്യമായി കിടക്കുന്ന കസേരകളാണ്. പക്ഷേ അതിൽ ഒരു ചാനല് കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെ ഒഴിഞ്ഞ കസേരയല്ല അത്. AC-യുടെ തണുപ്പ് കാരണം കുറച്ചധികം ആൾക്കാർ അവിടുന്ന് പ്രസംഗം നീണ്ടുപോയപ്പോൾ മാറിപ്പോയതാണ് എന്നുള്ളൊരു PR വർക്കിന്റെ ഒരു മാധ്യമം മാത്രം അത്തരത്തിൽ പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ ശ്രദ്ധിച്ചു നോക്കിയോ, കുറച്ച് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ടാഗ് ഇട്ട് ബാക്കിൽ ഇരിക്കുന്നതായിട്ടുള്ള രംഗവും ആൺകുട്ടികൾ നടന്നു എന്നുള്ളതാണ്
ചാനലുകളാണ്. അല്ല, ചാനലുകൾ എന്നും പറയട്ടെ, നമുക്ക് ദൃശ്യങ്ങൾ കള്ളം പറയില്ല. അതുകൊണ്ട് തന്നെ ആ കസേരകൾ ഒഴിഞ്ഞ നിലയിൽ കിടക്കുന്നത് നമുക്ക് മുന്നിലുണ്ട്. അത് പിണറായിയുടെ മുന്നിലുണ്ട്, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന മന്ത്രിയുടെ മുന്നിലുണ്ട്, അത് വെള്ളാപ്പള്ളിയുടെ മുന്നിലുണ്ട്, വാസവന്റെ മുന്നിലുണ്ട്. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കാലിക്കസേരകൾ. എന്നാൽ അത് മാത്രമല്ല, ഇന്നിപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ പമ്പയിലെത്തിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്ന അനർത്ഥങ്ങൾ എന്ന് നമുക്കറിയില്ല. എന്തായാലും അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. മറുവശത്ത് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന മന്ത്രി ഇന്നത്തെ ആഗോള സംഗമത്തിന്റെ ഏറ്റവും മുഖ്യ കഥാപാത്രമായി അവിടെ നിറഞ്ഞു നിൽക്കേണ്ടത് പിണറായി വിജയന്റെ ഒരു ഇരട്ട സഹോദരനാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് സ്ഥലത്തെത്തിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് തിരക്കുണ്ട്. അതുകൊണ്ട് 2 മന്ത്രിമാരെ അയച്ചു എന്നൊക്കെയാണ് നമ്മൾ രാവിലെ കേട്ടത്. 2 മന്ത്രിമാരും കളത്തിലുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിൻ വരാൻ അനുവദിക്കില്ല എന്ന് ഒരുപക്ഷെ BJP നേരത്തെ തീർത്തു പറഞ്ഞിരുന്നു. BJP തുടക്കം മുതൽ ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ചിരുന്നു. ഒടുവിൽ BJP പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണ് എന്ന് നമുക്ക് തോന്നിക്കത്തക്ക തരത്തിലാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾക്കും ക്ഷണമുണ്ടായിരുന്നു, അവരൊന്നും വന്നിട്ടില്ല. MK സ്റ്റാലിന് പകരം വന്ന ഒരു മന്ത്രിയാകട്ടെ അവിടെ കാട്ടിക്കൂട്ടി കോപ്രായം നമ്മളിന്ന് കണ്ടു. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ നേരത്തെ അവസരം കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ കോപാകുലനായി സംഘാടകരോട് തട്ടിക്കയറി എന്നൊക്കെയാണ് നമ്മൾ മാധ്യമങ്ങളിൽ വായിച്ചത്. ഒടുവിൽ ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് പ്രസംഗിക്കാൻ അവസരം കൊടുത്ത് പുള്ളിയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇപ്പോഴിതാ സംഘാടകർ വിശദീകരിക്കുന്നത് ആ മന്ത്രിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, അപ്പോൾ ദർശനത്തിനായി മുകളിൽ സന്നിധാനത്ത് എത്തണമായിരുന്നു, അതിൻ്റെ ഒരു ദേഷ്യമാണ് അദ്ദേഹത്തിന് വന്നത് എന്ന് പറയും. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം പോലൊരു ആത്മീയമായ ഒരു പ്രോഗ്രാമിനെത്തുമ്പോൾ രാഷ്ട്രീയക്കാർ കാട്ടുന്ന ഇത്തരം ചപടതകളും ദേഷ്യവും ഒന്നും പുറത്തെടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. ചുരുക്കത്തിൽ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു എന്ന നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ നമുക്ക് പൂർണ്ണമായി അവഗണിക്കുക വയ്യ. ഒരു തലത്തിൽ ഇതൊരു വീഴ്ചയുടെ ലക്ഷണമാണ്. മറുവശത്ത് ഡൽഹിയിൽ മറ്റൊരു ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ നടക്കുന്നു. ചില ഹൈന്ദവ സംഘടനകൾ ചേർന്നാണ് ആ ആഗോള അയ്യപ്പ സംഗമം ഡൽഹിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. സാധാരണ കേരളത്തിൽ നടക്കുന്ന ലോക കേരള സമ്മേളനം പോലെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, പാർട്ടിക്കാർ ഒക്കെ ഒത്തുകൂടിയിരിക്കുന്നു പമ്പയിൽ, അതും അയ്യപ്പൻ്റെ പേരിൽ. ഇതൊരു പാർട്ടി സമ്മേളനം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അയ്യപ്പൻ്റെ പേരിൽ കൂടിയ ഈ പാർട്ടി സമ്മേളനം, ഇതിന്റെ പേരിൽ ഇനി എന്ത് ശിക്ഷയൊക്കെ ആവും ഇവർ വാങ്ങിക്കൂട്ടുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പോലും ആരും വന്നില്ല. അടുത്ത പന്തളം കൊട്ടാരത്തിൽ അടുത്തൊരു സംഗമം തുടങ്ങാനിരിക്കുന്നു. അപ്പോൾ പന്തളം കൊട്ടാരമൊക്കെ എന്ന് പറയുന്നത് വളരെ അവർ പറഞ്ഞ കാരണം ഒരു പൊതുവെ മാന്യമായ പ്രതികരണമാണല്ലോ പന്തളം കൊട്ടാരം നടത്താറുള്ളത്. അവർ പറഞ്ഞത് അവരുടെ കുടുംബത്തിൽ നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ പങ്കെടുക്കാത്തത്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവർ ഒരുക്കമല്ല എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് തന്നെയാണ്. ഏതായാലും ഈ ഒരു സംഗമത്തിൽ ആദ്യം മുതലേ കുറേ പാളിച്ചകളും പോരായ്മകളും വന്നിരുന്നു. നിറഞ്ഞു കവിയുന്ന സദസ്സ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്ന് സെലക്ട് ചെയ്തവരെ മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്നുള്ളൊരു രീതി പിന്നീട് വരുന്നു. പിന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് വരുന്നു. പക്ഷേ ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വിശ്വാസിക്ക് വല്ലാണ്ട് മുറിവേക്കുന്ന തരത്തിലാണ്. അയ്യപ്പനെ ഒരു മൂലയിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ്റെയും VN വാസവൻ്റെയൊക്കെ ഫോട്ടോ വലിയ രീതിയിൽ വരികയും പിന്നീട് നമ്മൾ ആ സ്റ്റേജിൽ കണ്ടാണ് ഉദ്ഘാടന ചടങ്ങിലെ തന്ത്രിമാരാണ് ആ വിളക്ക് കൊളുത്തുന്നത്. ഉദ്ഘാടനം രണ്ടാമതുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ തന്ത്രിമാർ അയ്യപ്പൻ്റെ മുന്നിൽ വിളക്ക് തെളിക്കുമ്പോൾ VN വാസവൻ ഉൾപ്പെടെ ഒന്ന് തൊഴുതുപോലും നിൽക്കാതെ, അല്ലേ, അതൊരു ഭക്തി നിർഭരമായ ഒരു ചടങ്ങ്. അല്ല വിളക്ക് കണ്ട ആരോചകം വരുന്ന ആള് ഉദ്ഘാടന സമയം. പക്ഷെ അതിന് മുമ്പ് വിളക്ക് കണ്ടാൽ ഓടുന്ന വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് ഇപ്പോൾ വിളക്കിന് മുന്നിൽ തൊഴുതു നിൽക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത്. വാസവൻ ഒരു പക്ഷേ മറ്റു ചില ഉദ്ദേശങ്ങളോടെ അവിടെ എത്തിയതാവാം. അല്ല, ഇത് രണ്ട് രീതിയിൽ നടത്തുന്നു ചടങ്ങ്. ആദ്യം പിണറായി വിജയൻ വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു അയ്യപ്പന്റെ വിഗ്രഹത്തിന് തൊട്ട് ഒരു ചടങ്ങ് നടന്നു. തന്ത്രിമാര് വിളക്ക് 5 ദീപം തെളിയിച്ച് ചടങ്ങ് നടത്തി. അപ്പോൾ VN വാസവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അങ്കലാപ്പിൽ അവിടെ നിൽക്കുന്നത് കണ്ട് തൊഴുകൈകൾ പോലും ചെയ്തില്ല. ഒരു ഭക്തി പോലും ഇല്ലാണ്ട് നടക്കുന്നുണ്ട്. പ്രാക്ടീസ് ഇല്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും നമ്മളൊന്ന് ചിന്തിക്കണം, ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നടക്കുന്ന ഒരു സംഗമമാണ് അവിടെ. അല്ലാതെ ഒരു രാഷ്ട്രീയ സംഗമമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു കാര്യമല്ല. പിന്നീട് രണ്ടാമത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഉദ്ഘാടനത്തിന് ഒരു നിലവിളക്ക് അവിടെ വെച്ചത്. പിന്നെ അങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ പറഞ്ഞോണം ചന്ദനവും കുങ്കുമം ഒക്കെ പറയുന്ന തൊടാൻ വേണ്ടി വെച്ചിരുന്നു. വീണ ജോർജിന്റെ നെറ്റിയിൽ ഞാൻ കണ്ടു ആ ചന്ദനം. പക്ഷെ മറ്റൊരു നേതാക്കന്മാരുടെ നെറ്റിയിൽ ആ ചന്ദനം കണ്ടതുമില്ല. വിശ്വാസം അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ച്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ വീട്ടിൽ
രഹസ്യമായി നാമം ചൊല്ലുമായിരുന്നു, ഒരു വലിയ വിശ്വാസിയായിരുന്നു. ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുന്നതും വിശ്വാസാചാരങ്ങളിൽ ഇടപെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അവിശ്വാസികളായി അറിയപ്പെടുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഒരു വിഹുലത ഉണ്ടാകും. അതുകൊണ്ട് അവരൊക്കെ വിശ്വാസികളാണ്. ഇവിടെ പിണറായി വിജയൻ ഇന്ന് വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ച മറ്റാരുമില്ല, വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ വിശ്വാസം അല്ലെങ്കിൽ ഒരു വിശ്വാസി അത് പലപ്പോഴും ഒളിസേവ നടത്തുന്നതിന് തുല്യമാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ച്. ഇന്നിപ്പോൾ പിണറായി വിജയൻ അവിടെ എത്തി വിളക്ക് കൊളുത്തുന്നു എന്ന് പറഞ്ഞാൽ പരസ്യമായി തന്റെ വിശ്വാസം അംഗീകരിക്കുകയാണ്. അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ചില വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് വന്നു ചേർന്ന ഒരു മനംമാറ്റമാവാം, ഒരു സാഹചര്യ സൃഷ്ടിയാകാം. എന്തായാലും അത്തരമൊരു കാഴ്ച കേരളത്തിന് കാണാൻ കഴിഞ്ഞു. ഓക്കെ, ഇതിലൊക്കെ നടക്കുമ്പോഴേ ഞാൻ അവസാനം പറഞ്ഞു വന്നത് സാർ, ഇതിലൊക്കെ പെട്ടുപോയ കുറച്ച് സ്ത്രീകളുണ്ട്. ശബരിമല ദർശനം ചെയ്ത കുറച്ച് സ്ത്രീകളുണ്ട്. അവരെവിടെ എന്നൊരു ചോദ്യവും ഒരുപക്ഷെ ജനം ഉയർത്തുന്നുണ്ട്. അവരെ ഇപ്പോൾ പാടെ തിരസ്കരിച്ച് അവരെ കൊണ്ടുവന്ന് നിർത്തി, അവരെ സമൂഹ മധ്യേ നിർത്തിക്കൊണ്ട് ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവരെ കയറ്റിവിട്ടിട്ട് അവരെ പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ സ്ത്രീകൾ എവിടെ എന്നൊരു ചോദ്യം കൂടി. അല്ല, ഇവിടെ കാലികമായ പ്രശ്നങ്ങൾ വേറെയാണ്. യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം കൊടുത്തപ്പോൾ 4400ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തു. അവരിൽ 3000ഓളം ആളുകളെ ആദ്യം രജിസ്റ്റർ ചെയ്ത 3000ഓളം ആളുകൾക്കാണ് ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത്. അത് ആഗോള ക്രമമാണ്. ഈ 3000 ആളുകളെ തിരഞ്ഞെടുക്കുന്നത് പോലും ഈ എവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. പക്ഷെ യഥാർത്ഥ വിശ്വാസികൾ ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല ഈ തിരക്ക്. വളരെയധികം ആളുകൾ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചാണ്. അപ്പോൾ പൊതുവെ വിശ്വാസികൾക്ക് ഇതിനോട് താല്പര്യമില്ല, അവർ മുഖം തിരിച്ചു കളഞ്ഞു. യഥാർത്ഥ വിശ്വാസികൾ ഇപ്പോഴും വേദനിക്കുന്ന പഴയ വിശ്വാസ സമരത്തിന്റെ ഭാഗമായി നാമജപ ഘോഷയാത്രയുമായി അന്ന് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു വലിയ സമൂഹമുണ്ട്. അവരുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് എന്തുകൊണ്ട് സർക്കാർ ഇപ്പോൾ പിൻവലിക്കുന്നില്ല? അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവരൊക്കെ സംഘപരിവാർ പ്രവർത്തകരാണ്, BJP-കാരാണ്, കോൺഗ്രസ്സുകാരാണ്. എന്തായാലും നവോത്ഥാനത്തിന്റെ വക്താക്കളോ ഇടതുപക്ഷത്തിന്റെ വക്താക്കളോ അല്ല എന്ന് പിണറായി വിജയന് നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കേസ് അവിടെ നിൽക്കട്ടെ, അവരൊന്ന് ഒതുങ്ങി നിൽക്കട്ടെ എന്നുള്ളൊരു ഭാവമാണ് ആ വിശ്വാസ സമൂഹത്തിന് നേർക്ക്. അന്ന് പിണറായി വിജയനൊപ്പം നവോത്ഥാനം ആഘോഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു വലിയ കഥാപാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ. യഥാർത്ഥത്തിൽ അന്നും വിശ്വാസികളെ വഞ്ചിച്ച ഒരു നേതാവ് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. എന്നാൽ പിണറായി വിജയനൊപ്പം യാത്ര ചെയ്യാനുള്ള കൗതുകവും ആഗ്രഹവും ഒന്നും വെള്ളാപ്പള്ളിയെ പോലെ ഈ സുകുമാരൻ നായർക്കില്ല. അതാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഭരണത്തിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക, ഭരണത്തിന്റെ ഉച്ഛിഷ്ടങ്ങളൊന്ന് രുചിച്ചറിയുക, അതുകൊണ്ട് പിണറായി വിജയനൊപ്പം യാത്ര ചെയ്ത് അദ്ദേഹത്തെ ഒന്ന് സുഖിപ്പിക്കുക, പിണറായി വിജയനെ വല്ലാത്ത തലത്തിലൊക്കെ പുകഴ്ത്തി സംസാരിക്കുക. മറുവശത്ത് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷാംഗങ്ങളെയും ഒക്കെ അദ്ദേഹം ശിഖണ്ഡിയെന്നാണ് ഇന്ന് വിശേഷിപ്പിച്ചത് പിണറായി വിജയൻ. അടുത്ത തുടർ ഭരണത്തിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് വെള്ളാപ്പള്ളി കേരളത്തോട് പ്രഖ്യാപിക്കുന്നു. പിണറായി വിജയനല്ലാതെ മറ്റൊരു ക്യാപ്റ്റൻ CPM-നോ ഇടതുപക്ഷത്തോ ഇല്ല എന്നൊക്കെ വെള്ളാപ്പള്ളി നിശ്ചയിക്കുന്നു. ഇതൊരു രാജഭക്തിയാണ്. സാധാരണ CPM-ൽ കാണാറില്ലാത്ത ഒരു രാജഭക്തി. ഇത്തരം രാജഭക്തി പ്രകടിപ്പിക്കുന്നവരെ സാധാരണ പാർട്ടി നേതൃത്വം അകറ്റി നിർത്തണമെന്ന് ഇതേ പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. വ്യക്തിപൂജ അനുവദിക്കില്ല എന്ന് ഈ പാർട്ടിയിൽ. ഇത് പിണറായി വിജയന്റെ വാക്കുകളാണ്. അതേ പിണറായി വിജയനെ വ്യക്തിപൂജ ചെയ്യുന്ന വെള്ളാപ്പള്ളിയുടെ മുഖമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആ വെള്ളാപ്പള്ളി എന്തിനാണ് പിണറായി വിജയൻ പമ്പയിൽ നിന്ന് സ്വന്തം വാഹനത്തിൽ ഈ സമ്മേളന ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അത് വെള്ളാപ്പള്ളി അനുകൂലികൾക്കൊരു സന്ദേശം പകരാനാണ്. ഇഴവ വോട്ടുകൾ ഇക്കുറി അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി ഒന്ന് സമാഹരിക്കണം, ഉറപ്പിക്കണം. ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം വേണം. പഴയ അയ്യപ്പ വിശ്വാസികളുടെ ആ രോഷമൊന്ന് തണുപ്പിക്കണം. മറുവശത്ത് കേരളത്തിലെ ഹൈന്ദവരിലേക്ക് കൂടുതൽ ആഴത്തിലൊരു വേരോട്ടം നടത്തണം. നേരത്തെ ശബരിമലയിൽ നടന്ന വിശ്വാസ സംരക്ഷണ സമരത്തിന്റെ കാലഘട്ടത്തിൽ പിണറായി വിജയനും സർക്കാരും ഇടതുപക്ഷവും ഒക്കെ കളിച്ചത് മറ്റൊരു പൊളിറ്റിക്സാണ്. അവർക്കന്ന് ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കണമായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ. അത് വളരെ തന്മയത്വത്തോടെ വളരെ ഭംഗിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഉപയോഗപ്പെടുത്തി. അതിന്റെ നേട്ടവും അവർ കൊയ്തു. അന്ന് കേരള കോൺഗ്രസ് M എന്ന രാഷ്ട്രീയ പാർട്ടിയെ, ഒരു UDF-ന്റെ ഘടകകക്ഷിയെ UDF പുറത്താക്കിയപ്പോൾ അവരെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള രാഷ്ട്രീയ മികവ് പുലർത്തി. വളരെ ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന മുസ്ലിം സംഘടനകളെ, സമസ്ത പോലുള്ള സംഘടനകളെ അന്ന് പിണറായി വിജയൻ പാട്ടിലാക്കി. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ അന്ന് വല്ലാത്ത വിജയം കൊയ്തു പിണറായി വിജയൻ.
പിന്നീട് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും മുസ്ലിം സമുദായം പൊതുവെ അസ്വസ്ഥരാണ്. ഈ മലപ്പുറത്തെ കേസ് കൂടുതൽ നിയമപരമായ ഇടപെടലുകൾ സമുദായത്തിന് നേർക്കുണ്ടാകുന്നു, പലതര അസ്വസ്ഥതകൾ. തുടർന്നിപ്പോൾ മുസ്ലിം സമുദായം ഒരു ഏകോപിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. അവിടെ സമത്വയും ജമാഅത്തും മുസ്ലിം ലീഗും ഒന്നും വേറിട്ട് മോരും മുതിരയും പോലെ നിൽക്കുന്നില്ല. അവരൊക്കെ ഇപ്പോൾ ഒരു സമവായ ഫോർമുലയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത UDF സർക്കാരിലേക്ക് അവരുടെ വോട്ടുകൾ പെട്ടിയിൽ വീഴുമെന്ന് കൃത്യമായി പിണറായി വിജയൻ കണക്കൂട്ടുന്നു. ഇവിടെ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കണം. ഹൈന്ദവ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു. BJP അത് വലിയ തോതിൽ സമാഹരിക്കുന്നുവെന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, രാഷ്ട്രീയം. ഒരിക്കൽ വിശ്വാസ സമരത്തിൻ്റെ പേരിൽ വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോൾ അവരെ നേരിടാൻ അന്ന് നവോത്ഥാന മതിലുയർത്തിയ പിണറായി വിജയൻ, ആ മതിലിൻ്റെ ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് കൈകോർത്ത് നിന്ന വെള്ളാപ്പള്ളിയും, പിന്നീട് അതേ വെള്ളാപ്പള്ളി പിണറായി വിജയനെ ചതിച്ച് BJP ചായ്വ് കാട്ടുന്നതും മോദിയുടെ ഹെലികോപ്റ്ററിൽ പാഞ്ഞു കയറുന്നതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതേ വെള്ളാപ്പള്ളി ആ കുമ്പ തടവി ഇപ്പോൾ പിണറായി വിജയൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വിചിത്രമായ കാഴ്ച. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അയ്യപ്പൻ്റെ പേരിലാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മ്ലേച്ഛമായ ഒരു തലം കാണുന്നത്. ആഗോള അയ്യപ്പ സംഗമം വലിയ വിശാലമായ നല്ലൊരു കൺസെപ്റ്റാണ്, നല്ല സങ്കല്പമാണ്. പക്ഷെ അത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും വിചിത്രമായ കളികൾ, അതിലപ്പുറം സമുദായങ്ങളെ കൂടെ നിർത്താൻ മതത്തെ കൂട്ടുപിടിക്കാനുള്ള വിചിത്ര വേലകൾ, തറവേലകൾ. ഇന്നലെ പമ്പയിലെത്തിയ പിണറായി വിജയൻ അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാനമന്ത്രിയൊക്കെ ഒരു പ്രദേശം സന്ദർശിക്കുന്ന കെട്ടുകാഴ്ചകളാണ്. അകമ്പടി വാഹനങ്ങൾ, ബ്ലാക്ക് കമാൻഡോകൾ, ഈ അയ്യപ്പൻ്റെ പേരിലുള്ള ഈ സംഗമവേദിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമ്മളിന്ന് രാവിലെ കണ്ടു പോലീസിൻ്റെ വലിയൊരു തിക്കും തിരക്കും. ഈ സമ്മേളന നഗരിയാകെ പരിശോധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പിന്നീട് വേദി പരിശോധിക്കുന്ന കമാൻഡോകൾ, പിന്നീട് പിണറായി വിജയൻ കടന്നു വരുമ്പോൾ വലിയ കറുത്ത കമാൻഡോകളൊക്കെ അനുഗമിക്കുന്നു. 41 അകമ്പടി വാഹനങ്ങൾ, പമ്പയെ വിറപ്പിച്ചുകൊണ്ടുള്ള മുഖ്യൻ്റെ ഈ ജൈത്രയാത്ര. നമുക്കിതൊക്കെ കാണുമ്പോൾ ആ സാക്ഷാൽ അയ്യപ്പൻ്റെ ഒരു സിംപ്ലിസിറ്റി, ആ പുലിപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ യാത്ര, അതിനോടൊക്കെ എങ്ങനെ ഇതിനെ താരതമ്യപ്പെടുത്തും? അതിലപ്പുറം അയ്യപ്പനെ കാണാനായി വിവിധ കേരളത്തിൽ നിന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, ബോംബെയിൽ നിന്ന് ദില്ലിയിൽ നിന്നൊക്കെ വലിയ ധനാഢ്യന്മാർ എല്ലാം ത്യജിച്ച് കാൽനടയായി ഒരു കറുത്ത വസ്ത്രവും അണിഞ്ഞ് തലയിൽ ഇരുമുടിക്കെട്ടുമായി ആ സന്നിധാനത്തിലേക്ക് പോകുന്ന ഒരു നിഷ്കളങ്കമായ ഒരു സാധാരണത്വം നിറഞ്ഞൊരു കാഴ്ചയുണ്ട്. പിണറായി വിജയൻ ഒരു സാധാരണത്വം നിറഞ്ഞ കാഴ്ചയോടെ ഇന്ന് ഈ പമ്പാ നദിക്കരയിൽ, ആ വിശുദ്ധ നദിയുടെ പുണ്യ നദിയുടെ കരയിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ കേരളം കുറച്ചുകൂടി ഇതൊക്കെ ഒന്ന് മാനിച്ചേനെ. ഇത് ഒരു ധാർഷ്ട്യഭാവത്തിൽ ഇത്രയധികം ഭരണ ആർഭാടങ്ങൾ ഉപയോഗിച്ച് ഒരു അയ്യപ്പ സംഗമം ആഘോഷിക്കുക, അതിലേക്ക് വലിയ സ്പോൺസർമാരെ കണ്ടെത്തി എന്നതിൻ്റെ പേരിൽ വലിയ തുക ചെലവഴിക്കുക, ഇതും ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റുക. തങ്ങളുടെ രാഷ്ട്രീയ ലേസണിങ്ങിന് ശബരിമല വേദിയാക്കരുതായിരുന്നു. തീർച്ചയായിട്ടും സർ, ഈ ഒരു അവസാന ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ ലക്ഷങ്ങൾ ചെലവിട്ട ഈ ആഗോള കോടികൾ തന്നെ ചെലവിട്ട ആഗോള അയ്യപ്പ സംഗമം, പിണറായി വെള്ളാപ്പള്ളി ചേർന്നുള്ള ഈ ഒരു സംഗമം ഒരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ കളികൾ തന്നെയാണെന്ന് നമ്മൾ അനുമാനിക്കുമ്പോൾ എത്രമാത്രം, കാരണം പണ്ടൊക്കെ വെള്ളാപ്പള്ളി പറയുമ്പോഴും ഇടയലേഖനം വായിക്കുമ്പോഴും ഒക്കെ ഒരു പക്ഷേ വോട്ടുകൾ എങ്ങനെ വേണമെങ്കിലും വേർതിരിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രബുദ്ധ കേരളത്തിൽ ജനത്തിനറിയാം, മലയാളികൾക്ക് പ്രത്യേകിച്ചറിയാം, സാക്ഷരത കേരളമാണ്, പ്രത്യേകിച്ച് യുവ തലമുറയ്ക്കറിയാം ആർക്ക് എങ്ങനെ വോട്ട് കൊടുക്കണം, എങ്ങനെ എത്തരത്തിൽ കൊടുത്താൽ വികസനങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ശബരിമലയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം നഷ്ടപ്പെട്ട തങ്കപ്പാളി കണ്ടെത്തട്ടെ. 4 കിലോ ഈ 4 കിലോ സ്വർണം വിറ്റിട്ടാണോ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് VD സതീശൻ ചോദിച്ചിരുന്നു, ഇന്നലെ നിയമസഭയിലും ചോദിച്ചിരുന്നു, സണ്ണി ജോസഫ് ചോദിച്ചു. എന്താ, അതൊരു കാലിക പ്രസക്തമായ ചോദ്യമാണ്. അതിനൊക്കെ ഇവർ അഡ്രസ് ചെയ്തേ തീരൂ, ഇല്ലെങ്കിൽ കാലം അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. അല്ല, അയ്യപ്പന് വേണ്ടിയിട്ട് സർക്കാർ പണം ചെലവാക്കി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തമാശയായിട്ട് തോന്നി. കാരണം വർഷങ്ങൾ കോടാനുകോടി രൂപയാണ് അവിടെ വന്ന് ചേരുന്നത്. പിന്നെ എന്തിനാണ് അയ്യപ്പന് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിച്ചത്, എവിടെയാണ് ചെലവഴിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവസ്വം ബോർഡിന് ജീവിക്കണ്ടേ? അവിടെയുള്ള
ആർഭാടങ്ങൾ, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്. അല്ല, അതിനുണ്ടല്ലോ കോടാനുകോടി രൂപ. നമ്മൾക്കൊന്നും സത്യം പറഞ്ഞാൽ ചിന്തിക്കാവുന്നതിലപ്പുറമാണ് അയ്യപ്പന് വന്നു ചേരുന്നത്. ഇത്രയും ധനാഢ്യനായ അയ്യപ്പന് വേണ്ടിയിട്ട് പിണറായി സർക്കാർ ചെയ്യുന്നു എന്ന് പറയുന്നിടത്തും ദേവസ്വം ബോർഡ് എന്നൊരു വെള്ളാനിയെ പോറ്റുന്നത് വഴി ആയിരിക്കാം. എന്തായാലും മൊത്തത്തിൽ ഫ്ലോപ്പ് ആയി പോയി. പക്ഷെ എന്നാലും അവിടെ വരുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഒരു ഭൂരിപക്ഷ വോട്ടുകൾ, ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം ചെലവഴിച്ചത് സാധ്യമാകുമോ CPM-ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ? ഏതായാലും കാത്തിരുന്ന് കാണാം. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം ഇവിടെ കൊഴുക്കുന്നു. 3 വേദികളായി തിരിഞ്ഞ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും കാനനവാസനായ അയ്യപ്പന് വലിയ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പഴയ വ്യക്തിപരമായിട്ടുള്ള രാജഭരണകാലത്തെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ശബരിമലയുടെ അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. പ്രതിഷ്ഠാ സ്ഥാനം ഉൾപ്പെടെയുള്ള പ്രത്യേകതകൾ അതാണ്. അതിനെ ഇനി ഏത് തരത്തിൽ നഗരവൽക്കരിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ അതിനെ ആ കാനനവാസത്തിൽ അതേ രീതിയിൽ, അതേ പ്രൗഢിയോടെയും അതേ ബ്യൂട്ടിയോടെയും കാണുന്നതാണ് എന്നും ഒരു വിശ്വാസം എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടിലേക്കായിരിക്കും ഈ സർക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത്. ടൂറിസം, അപ്പോൾ അതിന് കൂടുതൽ ഒരു അലങ്കാരങ്ങൾ വേണം, കൂടുതൽ ആർഭാടം വേണം, കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം വേണം. കാത്തിരുന്ന് കാണാം എന്തായാലും. തീർച്ചയായിട്ടും. താങ്ക് യു സർ. നന്ദി, നമസ്കാരം.